ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അടുത്ത ബിഗ്ഗസ്റ്റ് ചേഞ്ച് ഈ വരുന്ന 3 monthsനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് കാർഡ് ഈ ഒരു മാനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1 ഈ ഒരു ഹാൻഡ് വിത്ത് ടാരറ്റ്സ് ആണോ ചൂസ് ചെയ്യുന്നത്, ചാഴോ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ഹാറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ ഈ വരുന്ന 3 months ഈ ഒരു 3 മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. You have the 4 of feathers, 2 of feathers energy, 10 of shells, 4 of crystals, 7 of shells, and last one with Emperor energy and Page of shells energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഫസ്റ്റ് വന്നിട്ട് 4 of feathers and 7 of shells എനർജിയാണ്. ഈ ഒരു കാർഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ചോയ്സ്, നിങ്ങളെടുക്കുന്നൊരു തീരുമാനം, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റിപ്പറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു വോയിസ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഇൻറ്റൻഷൻ, അതെന്ത് തന്നെ ആയാലും അതൊരു പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു ഇൻറ്റൻഷൻ, അതൊരു മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു ടൈമിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഈ ഒരു വരുന്ന സമയത്ത് നടക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഏതൊരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. വളരെ നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സഹായമായിരിക്കും അത്. അങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. രണ്ടുപേർക്കും ഒരേപോലെ പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ടാകുന്നു. അങ്ങനെയുള്ള ആ ഒരു ബന്ധം അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പിൻ്റെയോ എന്തിൻ്റെങ്കിലും ഭാഗമായിട്ടുണ്ടാവും. ഒരു ഹോബി ആയിട്ടായിരിക്കും, മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കും. അതിലെന്തെങ്കിലും വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു അടുത്ത ഫേസിലേക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ളൊരു സൂചന നൽകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും, സോഷ്യൽ സർവീസ് ആയിരിക്കും, എന്തെങ്കിലും ഹോബിയുടെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടൊരു അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പറയുന്ന തീരെ പ്രതീക്ഷിക്കാതെ ഒരു ലാഭം, അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഒരു ആഗ്രഹ സബലീകരണം എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ 2 of feathers and 4 of crystals എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരം. ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ പറയില്ലേ, ഇതിനെ പറ്റിയൊരു തീരുമാനം എടുക്കേണ്ടുന്നൊരു സമയമാണ്. പിന്നെ ധൃതി എടുക്കേണ്ട കാര്യം നമ്മൾ പറയും 2 തരത്തിൽ. ഇപ്പോൾ മത്സരം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഓട്ട മത്സരം, അതായത് റണ്ണിങ് റേസ് ആയിട്ടുണ്ട്, മാരത്തോൺ ഉണ്ട്. അതായത് റേസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യം എത്തുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി. മാരത്തോണിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച്, അതായത് എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തുക എന്നുള്ളത് മാത്രമാണ് മാരത്തോണിൻ്റെ ഉദ്ദേശം. അതായത് നമ്മൾ ഓടി ആദ്യം എത്തണമെന്നില്ല, പക്ഷേ തുടങ്ങിയിടത്ത് നിന്ന് ഇടയ്ക്ക് വെച്ച് നിർത്താതെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. റേസിൽ നമ്മൾ ഫസ്റ്റ് എത്തണമെന്ന ആൾക്ക് പ്രൈസ്, അത്ര ആ ഒരു രീതിയാണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു മാരത്തോണിലാണ് പങ്കെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ആദ്യം എത്തണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. നിങ്ങൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിങ്ങൾ എത്തിയിരിക്കും. എന്ത് സാഹചര്യത്തിലാണെങ്കിലും എന്ത് ചലഞ്ചസിലാണെങ്കിലും നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിങ്ങൾ എത്തിയിരിക്കും എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യണം. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകളും, നിങ്ങൾക്ക് പരിചയമുള്ളവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം, പുതിയ ബന്ധങ്ങളായിരിക്കാം, നെറ്റ്വർക്കിംഗ് ആവാം, കോപ്പറേഷൻ കാണിക്കുന്നുണ്ട്.
നല്ലൊരു അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ആദ്യം എത്തുക എന്നുള്ളതല്ല ഉദ്ദേശം. നിങ്ങൾ വിചാരിച്ചെടുത്ത് നിങ്ങളുടെ ടൈം എടുക്കുക. കാരണം ഇത് ഓവറായിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ ഡോണ്ട് ബേൺ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ എന്താ പറയുക, ആ ഒരു എക്സോഷനിലേക്ക് ആ ഒരു എനർജി ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി ഉപയോഗിക്കുന്ന രീതിയിൽ ഓവറായിട്ട് അതിലേക്ക് പോകാതിരിക്കുക. ആവശ്യത്തിന് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. കാരണം ഇവിടെ സാങ്ച്വറി എനർജി ബെയർ അതായത് ഒരു സമയത്ത് ആക്റ്റീവായിട്ടിരിക്കുന്നു, മറ്റൊരു സമയത്ത് വിൻ്റർ വരുന്ന സമയത്ത് ഹൈബർനേഷനിലേക്ക് പോകും. ആ സമയം റെസ്റ്റാണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് പോകാം. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളൊരു എനർജി കൂടിയിട്ടാണ് ഇതിവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ചില ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടാവും ആളുകൾക്ക്. അതായത് ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലർക്കും പല കാര്യത്തിൽ കമ്മിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെസ്സിങ് ആണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. സമയം ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ധൃതി വെക്കാതിരുന്നാൽ മതി. സമയമുണ്ട്, പക്ഷേ ആവശ്യത്തിന് വേണ്ടത് റെസ്റ്റ് എടുത്ത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് പോവാം. ഒരു ജോബ് ഓഫർ പെട്ടെന്ന് റൈറ്റ് അവേ ജോബ് ഓഫർ വരാനുള്ള സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള ജോലി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ജോലി അല്ലാതെ സോഷ്യൽ വർക്ക് ചെയ്യുന്നവരുമാവാം. അങ്ങനത്തെ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 1 year കോൺട്രാക്റ്റ് ചില ആളുകൾ ബിസിനസ്സിലോ അതോ അതേപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചനയും ഇവിടെ തരുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫർ വരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പുതിയൊരു ബിസിനസ് തന്നെ സെറ്റപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഓവർഡൂ ചെയ്യാതിരിക്കുക. നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന ആ ഒരു ഇത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10 of shells ആൻഡ് 7 of shells എനർജിയാണ്. നിങ്ങൾ ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നു, മറ്റുള്ളവർക്കും ബെനിഫിറ്റ് നിങ്ങൾക്കും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ലൈഫിൽ സക്സസ്ഫുൾ ആവുന്ന ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലോങ് ടേം ഗോള് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് വിവാഹ കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്തയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ജാതകവും കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒന്ന് ഉറപ്പിക്കുക ഈ വ്യക്തി ഓക്കെ ആണോ എന്നുള്ളത്. അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തിയാണ് എങ്കിൽ അതിനനുസരിച്ചിട്ട്, കാരണം ഇവിടെ ചില ആളുകളുടെ ഒരു ചുറ്റുപാടുള്ള ചില ആളുകളുടെ സിറ്റുവേഷൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വിശ്വാസിയായിരിക്കും, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നല്ലൊരു എന്താ പറയുക, ഒരു മോഡേൺ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ്, അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു ജോലി, വളരെ ഹൈ സാലറി ഉള്ള ഒരു 5 lakhന് മുകളിൽ ഇന്ത്യയിൽ സാലറി ഉള്ളൊരു വ്യക്തിയായിരിക്കും മാസം, അല്ലെങ്കിൽ അത്രയും നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിരിക്കാം. അപ്പോൾ ചുറ്റുപാടുമുള്ള ആൾക്കാർ അസ്ട്രോളജി അല്ലെങ്കിൽ ടാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇതുപോലത്തെ ഡിവിനേഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ പുച്ഛിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ അത് ഭയങ്കരമായിട്ട് ഉറച്ചു പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു കാര്യം അതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെയും അങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ അത് ചെയ്യാതെ പോവുകയും നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു കുറ്റബോധം ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ചെയ്യുക. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാതിരിക്കുമ്പോൾ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അത് ഇരട്ടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ പിന്നീട് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഡൗട്ട് വരും. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളാകുമ്പോൾ ആ കാര്യങ്ങൾ കൂടി തുറന്ന് പറയുക, ഇങ്ങനത്തെ സ്പിരിച്വൽ ബിലീഫ്സും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ. ജഡ്ജ്മെൻ്റൽ ഓവർ തിങ്കിങ് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ. അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ അതൊന്ന് ശ്രദ്ധിക്കുക. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനാണ് പൊതുവേ കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം മാറ്റി വെച്ചിട്ട് നിങ്ങൾ പോകാൻ ശ്രമിച്ചാൽ അതൊരു പരാജയമായിരിക്കും. കാരണം ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, അത് നിങ്ങളുടെ കൂടെ ഉള്ള ഒന്നാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതും നിങ്ങൾ ആ ബിലീഫ് സിസ്റ്റത്തെ കൂടെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും നിങ്ങൾക്കതിൽ കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. കാരണം പലരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില ആളുകൾ അമ്പലത്തിൽ പോകുന്നത്, ചന്ദനം തൊടുന്നത് അല്ലെങ്കിൽ കുങ്കുമം തൊടുന്നത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും സംഖ്യയാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം.
അപ്പോൾ അതും ഒരു തരത്തിൽ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മതപരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിശ്വാസിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കുക. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ, അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ചിന്തകളോ മറ്റുള്ളവരുടെ വിചാരങ്ങളോ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. പതുക്കെ പതുക്കെ സ്ലോലി എല്ലാവരുടെയും ബിലീഫ് സിസ്റ്റത്തിൽ ഒരു കാലഘട്ടത്തിൽ ചേഞ്ച് വരും. അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷെ അത് മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ടാവരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 2 ഓഫ് ഫെദേഴ്സ് ആൻഡ് എംപറർ എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്ന മറ്റൊരു കാര്യം, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. കമ്മിറ്റഡ് ആവുക, ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യാതെ ലോങ് ടേം ഗോളിലേക്ക് പോവുക എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് 3 മന്ത്സിനുള്ളിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഓൾറെഡി വരുന്ന 1 ഇയറിൽ നിങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിപ്പോൾ ബിസിനസ് ആയാലും പുതിയൊരു വീട് വയ്ക്കുന്നതാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പലരെ സംബന്ധിച്ച് ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സിലും ചില ആളുകൾക്ക് സിറ്റുവേഷൻസ് വളരെയധികം നല്ല ഹൈപ്പിലേക്ക് പോകാവുന്ന ഒരു സിറ്റുവേഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുക, വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ്, നിങ്ങൾ വളരെ ഇൻഡ്യൂട്ടീവാണ് ഈ ഒരു സമയത്ത്. ഇൻഡ്യൂട്ടീവായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചൊരു ക്ലീൻ, എന്താ പറയുക, ഒരു വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു മുൻധാരണയോട് കൂടിയിട്ട് നിങ്ങൾ എവിടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ട് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുന്നുണ്ട്. യു ആർ ബീങ് ഓഫേർഡ് ഹെൽപ്പ് പല കാര്യങ്ങളിലാവും. നിങ്ങൾ ജോലി ആയിക്കോട്ടെ, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലും ഹെൽപ്പ് ചോദിക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹെൽപ്പ് ചോദിക്കാം, നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. നെഗറ്റീവ് തോട്ട് മാറ്റിവെക്കുക. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. കോൺഫിഡൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. കോൺഫിഡൻസ് നിങ്ങളിലുണ്ട്, പക്ഷെ ഇടയ്ക്ക് അത് ഡിമ്മാകുമ്പോൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസും നിങ്ങളിലേക്ക്, ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. വെൽബീയിങ് ആണ്, പൊതുവേ ഉള്ളൊരു വെൽബീയിങ് ആണ് ലൈഫിൽ കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് നമുക്ക് നോക്കാം. ഈ വരുന്ന 3 മന്ത്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, Two of Acorns, Chariot, okay, High Priestess energy, Page of Crystals, 6 of Crystals, Love. മെയിൻ തീം വന്നിട്ട് 2 ഓഫ് ഷെൽസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയിൻ തീമായിട്ട് തന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ എനർജി 2 ഓഫ് ഏക്കോൺസ് ആൻഡ് 6 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. കൊടുക്കൽ വാങ്ങലുകൾ, പാർട്ട്ണർഷിപ്പ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, വാട്ട് യു വോണ്ട് ഇൻ ലൈഫിൽ, ഇപ്പോൾ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്പർ 2 കണക്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയോട് പറയുന്നു എങ്കിൽ നമ്മൾ പറയാ തഥാസ്തു എന്ന് പറയുന്ന പോലെ ആസ് യു വിഷ് എന്നുള്ളൊരു അനുഗ്രഹമാണ് നിങ്ങൾക്കപ്പോൾ. നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു ഈശ്വരീയ ശക്തി അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ കൈകോർത്ത് പിടിച്ച് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ പറയും കാവൽമാലാഖ, നിങ്ങളുടെ കാവൽമാലാഖ, നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു അദൃശ്യ ശക്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി. ഈ വരുന്ന 3 മന്ത്സ് വളരെയധികം ഒരു ഡിവൈൻ എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം
പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴാണെങ്കിലും പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന് പറയുന്ന പലതിലും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. കാരണം വളരെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡയറക്റ്റായിട്ട് എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ടാവും. അതുകൊണ്ട് അത് തന്നെ അതിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ ഒരു ബൂസ്റ്റ് കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ബൂസ്റ്റ്, ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു എനർജി, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ജീവിതം എൻജോയ് ചെയ്യാൻ പോവാണ് നിങ്ങളത്. ഒരു ബീച്ച്, ഒരു വെക്കേഷൻ, ഏതൊരു ബീച്ചിൽ ഒരു വെക്കേഷൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പലതും നിങ്ങളുടെ കൈ അല്ലെങ്കിൽ നിങ്ങളുടെ വിരൽ തുമ്പിലാണ് എന്ന് നമ്മൾ പറയുള്ളൂ. ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ. പിന്നെ ഈ ഒരു 3 months നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു വെക്കേഷനിൽ നിങ്ങൾ പോകുന്നു എന്നൊരു സിറ്റുവേഷൻ. ലൈഫിൽ പലരും ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ഒരിക്കലെങ്കിലും എവിടെ ഒരു യാത്ര പോകണം, ഒരു വിദേശത്തൊരു യാത്ര, അതിൻ്റെ കാര്യങ്ങൾ ഈ വരുന്ന 3 months ചിലപ്പോൾ നിങ്ങളത് തീരുമാനിക്കുന്നതാവാം, ചിലപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ചില ആളുകൾ ഈ 3 months തന്നെ ഒരു യാത്ര പോകുന്നതാവാം. യാത്ര നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം. ഇപ്പോൾ ന്യൂലി മാരീഡാണ്, അടുത്തിടയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രണയത്തിലായിട്ടുള്ളവർ, പല സിറ്റുവേഷനിലുള്ള ആളുകൾ നിങ്ങൾ 2 പേരും മാത്രം, ഈവൻ മാരീഡായിട്ട് കുട്ടികളുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ 2 പേരും മാത്രമായിട്ട് കുട്ടികളെ തൽക്കാലം വീട്ടിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആക്കിയിട്ട്, അതായത് ആ പഴയ ഒരു 2 പേരും മാത്രമുള്ളൊരു യാത്ര എന്നുള്ളൊരു സിറ്റുവേഷനിലും ചില ആളുകൾ പോകുന്നതായിട്ട് കാണുന്നത്. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഫാമിലി ആയിട്ട് കുട്ടികളോടൊപ്പം പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്, ഒരു ഒപ്റ്റിമിസമാണ് സൂചിപ്പിക്കുന്നത്, ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചാരിയറ്റ് എനർജി ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് അല്ലെങ്കിൽ ആ ഒരു സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അവസരങ്ങൾ ഈ 3 months നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തോ ഒന്ന്, പഴയത് എന്തോ ഒന്ന് മാറ്റി പുതിയത് വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പഴയ വാഹനം കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കുന്നതാവാം, പഴയത് എന്തോ കൊടുത്തിട്ടത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഫ്രിഡ്ജ് മാറ്റി വാങ്ങുന്നതോ TV മാറ്റി വാങ്ങുന്നതോ ആവാം, അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങുന്നതാവാം. ചില ആളുകൾ പഴയ വീട് കൊടുത്ത് പുതിയ വീട് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനും ആവാം. പഴയത് എന്തോ കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു മാറ്റം, ഒരു റീപ്ലേസ്മെൻ്റ് ആണ് കാണിക്കുന്നത് മാറ്റം എന്ന് പറയുമ്പോൾ. ചില ആളുകളെ സംബന്ധിച്ച് റിക്കവറി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു എനർജി ഓഫ് ക്രിസ്റ്റൽ എനർജി, നിങ്ങളുടെ 6 of crystals എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതൊരു ഹീലിംഗ് ആണ്. അപ്പോൾ ഹീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശരീരം റീപ്ലേസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ശരീരത്തിലൊരു മാറ്റം വരുന്നുണ്ട്, വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ പൊതുവേ നിങ്ങൾ എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ എക്സസൈസിലേക്ക് പോകുന്നതാവാം. കാരണം നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് മീർക്യാറ്റ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്, ഒരു കൈൻഡ് ജെസ്ചറാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ അവെയർ ആവുകയാണ്. അതായത് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, മെൻ്റൽ, ഇമോഷണൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ശരീരം, കൈൻഡ് അല്ലെങ്കിൽ കമ്പാഷൻ, കെയർ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് മാത്രമല്ല, നമ്മളോടും അത് അതായത് നമ്മളുടെ ശരീരത്തെ, ചില ആളുകൾ പറയും നമ്മളെ തന്നെ നമ്മൾ അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൽ പലരെയും സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ നമ്മളെ അബ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ അബ്യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ. കാരണം രാവിലെ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ രാത്രി ഒത്തിരി വൈകിയിരിക്കുന്നവർ, നിങ്ങളുടെ കണ്ണൊത്തിരി സ്ട്രെസ് ചെയ്യുന്നുണ്ട്, ശരീരം അധികം വോക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് നടക്കുന്നില്ല, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ
വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ആരും അറിയാതെ ചെയ്യുന്നതല്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ അബ്യൂസ് ചെയ്യാണ്. അപ്പം അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താം. നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു കാരുണ്യം തോന്നുകയാണ്. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ പോസിറ്റീവായിട്ട് വയ്ക്കുക എന്നുള്ളത്, വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് 6 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ് ഇവിടെ. സ്ട്രോങ് കണക്ഷൻസ് ആണ്. പൊതുവേ ഞാൻ റിവേഴ്സൽസ് റീഡ് ചെയ്യാറില്ല, പക്ഷേ ഇതിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് 6 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയിൽ വെരി സ്ട്രോങ് എനർജിയാണ് വന്നിട്ടുള്ളത്. റിവേഴ്സൽസ് ആയിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങൾ ഇമോഷണൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്, നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ. ഇവിടെ സ്ട്രോങ് മീർക്കാറ്റ് എനർജി ഇമോഷണൽ ഹെൽത്ത് ആണ്. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന തരം കെയർ, കൈൻഡ്നസ്, അതായത് നിങ്ങളാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നിങ്ങളാരും നോക്കുന്നുണ്ടാവില്ല, നിങ്ങളായിരിക്കും എല്ലാവരെയും നോക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ നേരം കിട്ടുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും 3 മന്ത്സിനുള്ളിൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, നെഗറ്റീവ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സാന്നിധ്യം ആവശ്യമായിട്ട് വരേണ്ടി വന്നേക്കാം. കാരണം ആ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. അതുപോലെ തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആവാനും ശ്രമിക്കുക. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക. മെഡിറ്റേഷൻ, കൊച്ചു കാര്യങ്ങൾ നമുക്ക് പോസിറ്റിവിറ്റി തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ വിളക്ക് കത്തിക്കും, അല്ല ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചന്ദനത്തിരി കത്തിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും, അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്പിരിച്വാലിറ്റി ആയിരുന്നു. എല്ലാ മതത്തിൻ്റെയും കൂടെ ഈ സ്മെല്ല്, അഗ്നി, ഇതൊക്കെ പറഞ്ഞിരുന്നത് ഒരു കാര്യം. അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി, നല്ലൊരു സ്മെല്ല് എല്ലാവരിലും ഒരു നല്ല ഫീലിംഗ് തരുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലേ? നല്ലൊരു സ്മെല്ല്, നല്ലൊരു മണം വന്നാൽ ആരെങ്കിലും അയ്യേ ചീത്ത മണം എന്ന് പറയില്ല. നല്ല മണം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി, ഒരു ആത്മീയത, ഒരു ഡിവിനിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡിവിനേഷൻ മെത്തേഡ് എന്താണെന്ന്, അതേപോലെ ഹോബീസോ കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ എടുക്കുക. ഇപ്പോൾ ഹെയർ കെയർ, സ്കിൻ കെയർ, അതുപോലുള്ള കാര്യങ്ങളും, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ഈ വരുന്ന 3 മന്ത്സിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു 3 മന്ത്സ് കഴിയുമ്പോൾ നിങ്ങളെ തന്നെ നോക്കുമ്പോൾ ആ ഒരു എനർജി, മീർക്കാറ്റ് എനർജി ആയിരിക്കില്ല നിങ്ങൾ എനർജി ഓഫ് പോസിറ്റിവിറ്റിയിലേക്കാണ് വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ചാരിയറ്റ് ആൻഡ് ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ഒരു ട്രഷർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വലിയ മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് കളയാൻ, ആവശ്യമുള്ളത് മാത്രം വയ്ക്കുക. എന്നിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുപോയി, അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എടുത്ത് കളയുമ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാകുന്നു. ആ സ്പേസിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ഡീക്ലട്ടറിങ്, ക്ലിയറിങ് അവേ ചെയ്യാം. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് വീട് ക്ലീനാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ക്ലീൻ ആക്കുമ്പോൾ പല കാര്യങ്ങൾ എടുത്ത് കളയും. അപ്പോൾ എടുത്ത് കളയുന്നിടത്ത് പുതിയ നല്ല കാര്യങ്ങൾ വയ്ക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് ഷെൽസ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ബിഗ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ആണ്. വളരെയധികം ബോൾഡായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ ബോൾഡായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രണയമായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ഒരുപക്ഷെ മറ്റു മതത്തിൽ, മറ്റു ജാതിയിൽ, വേറൊരു ഫിനാൻഷ്യൽ ലെവലിൽ, വിദ്യാഭ്യാസപരമായിട്ട് താഴ്ന്നു നിൽക്കുന്നു. അങ്ങനെ പലതരത്തിൽ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളെക്കാൾ താഴെയുള്ളൊരു വ്യക്തിയായിരിക്കാം മറ്റുള്ളവരുടെ കണ്ണിൽ. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ എന്താണ് കണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു ബോൾഡ് സ്റ്റെപ്പ്, ഈ ഒരു വ്യക്തിയോട് കൂടി ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന ബോൾഡായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണ് ഇതിവിടെ വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പുതിയ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത്. ചില ആളുകൾ ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, പക്ഷെ ഇത് പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, അതായത് ബിസിനസ് റിലേഷൻഷിപ്പ് ആയിരിക്കും. മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തൊരു ബന്ധം, നെറ്റ്വർക്കിംഗ്, കൊളീഗ്സ്, അതുപോലുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ ബോൾഡായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്ന സമയമാണിത്. വിത്ത് കമ്പാഷൻ, തീർച്ചയായിട്ടും ഒരു ബോൾഡ് എന്ന് പറഞ്ഞാൽ റൂഡ് ആവണം എന്നൊരു നിർബന്ധമില്ല. റൂഡ് ആവാതെ ബോൾഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.
നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 നമ്മൾക്ക് വേണ്ടിയിട്ട് തരുന്ന പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട്. ഈ വരുന്ന 3 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. Four of Acorns, King of Shells, Queen of Shells, Star, King of Shells, Six of Shells, Three of Feathers. Okay, pile number 3. Okay, pile number 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 of Acorns energy and നൈറ്റ് ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു വളരെയധികം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് മാത്രം ഒരു വ്യക്തി എന്നുള്ളതല്ല, വേറെ ഒത്തിരി ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് നിങ്ങളെ തേടി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രത്യേക ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന മാറ്റം എന്താണ് എന്ന് വെച്ചാൽ, ഈ ഒരു ഫ്രണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു കംഫർട്ട് സോൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്തിനും ഏതിനും കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പല ബന്ധങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും. ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഏതൊരു കാര്യത്തിനും എന്തിനും ഏതിനും കൂട്ടു നിൽക്കും. നിങ്ങൾ ഇന്ന് വരെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കൽ പോലും മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്കായിട്ട്, അതായത് നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ, എപ്പോൾ വിളിച്ചാലും അടുത്തുണ്ടാവുന്ന ഒരു സുഹൃത്തായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും മറ്റുള്ളവരടുത്തുണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈവൻ നിങ്ങളുടെ പാരൻസ് പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വിളിച്ചാൽ എന്തിനും ഏതിനും കൂടെ വരുന്ന ഒരു സുഹൃത്ത് എന്നുള്ളൊരു ആ ഒരു സൗഹൃദം 100% പ്യുവർ, നമ്മൾ പറയില്ലേ 24 ക്യാരറ്റ് ഗോൾഡ്, അത്തരത്തിലുള്ളൊരു സൗഹൃദം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഈ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നത് ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തിലെങ്കിലും ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും ആവാം. ഒരു കൊളാബറേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ 3 ആളുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 വ്യക്തികൾ എന്ന് പറഞ്ഞു, ഒരു പക്ഷേ ഈ ഒരു സുഹൃത്ത് അതിന് ഇൻവോൾവ് ആയിരിക്കാം, അല്ലായിരിക്കാം. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് പുറകിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്നതായിരിക്കാം. മറ്റ് 2 വ്യക്തികളും നിങ്ങളും ചേർന്നിട്ട് എന്തോ ഒരു ബിസിനസ്സോ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തികളിൽ ഒരാൾ ഈ സുഹൃത്തുമാവാം. എന്തായാലും 3 പേര് ചേർന്നിട്ട് എന്തോ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഈ വരുന്ന 3 മന്ത്സിനുള്ളിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഈ ഒരു പാർട്ട്ണർഷിപ്പും അല്ലെങ്കിൽ ഈ ഒരു ബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. മറ്റൊരു കാര്യം, അതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ ഇത്. അപ്പോൾ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡ്രീം ജോബ്, ഡ്രീം ബിസിനസ്സോ കാര്യങ്ങളായിരിക്കാം ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയും എന്താണ്, സ്ട്രൈക്ക് വെൻ ദ അയൺ ഇസ് ഹോട്ട്. അത് ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ അടിക്കുക. ആ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി, അതായത് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണോ വരുന്നത് അപ്പോൾ അത് എടുക്കുകയാണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ളൊരു സാധ്യത. ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ, എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് അപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അത് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അവസരം മുതലെടുക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി, കരിയറും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അത് സെൽഫ് സബോറ്റാജ്, നിങ്ങൾ തന്നെ നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുവിടുന്ന രീതിയിലാണ് ഓവർ തിങ്ക് ചെയ്താൽ സംഭവിക്കുക. അപ്പോൾ ആലോചിച്ച് തീരുമാനിക്കുക, പക്ഷെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. കിങ് ഓഫ് ഷെൽസ് ആൻഡ് ദ സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കാം. ദൈവാനുഗ്രഹം, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെ ആത്മീയതയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ആ ഒരു ദൈവം, ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്.
പുതിയൊരു ഹോബി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കലാപരമായിട്ടുള്ള കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതാവാം. കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ വലിയൊരു പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ പ്രൊഫഷണലി നിങ്ങൾ കല വളർത്തുന്ന, നിങ്ങൾ കലാപരമായിട്ട് വലിയ നല്ലൊരു ഹൈ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഇത്. കാരണം നിങ്ങൾ ചെറിയ രീതിയിൽ കലാകാരനാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും, പക്ഷെ അത്ര വലിയൊരാളൊന്നും അല്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷേ നല്ല രീതിയിൽ നിങ്ങളുടെ കല ഉപയോഗിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങൾ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കൂടി നേടാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യം കൂടി, സംതൃപ്തി ഇരട്ടിക്കുന്ന കാര്യമാണ്. കാരണം അതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നു എന്നറിയുമ്പോൾ ഇതൊരു അവസരമാണ്. ഒരു അപ്പോയിൻമെന്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഏതൊരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരു അപ്പോയിൻമെന്റ്, ലോണിന്റെ ഭാഗമായിട്ട് ബാങ്കിലായിരിക്കാം, പലതരത്തിൽ പല മീറ്റിംഗ്സ്, അപ്പോയിൻമെന്റ്സ്, ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പിച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു 3 months. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ലൈഫ് വളരെ പോസിറ്റീവ് ആയിരിക്കും. 6 of Shells ആൻഡ് King of Shells എനർജിയാണ്. അപ്പോൾ ലോണിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓൾറെഡി ബിസിനസ്സൊക്കെ റെഡി ആണ്, മുന്നോട്ടേക്ക് പോകണം. ലോണിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന സമയമാണ് ഈ 3 monthsനുള്ളിൽ. ബിസിനസ് കാര്യങ്ങൾ റെഡിയായി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റീലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. കാരണം ഇത് ഒരു മാറ്റമാണ്. അപ്പോൾ റീലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒന്നുകിൽ നിങ്ങൾ ബിസിനസ്സോ മറ്റെന്തെങ്കിലും തുടങ്ങുന്നത് വേറെ ഏതെങ്കിലും ജില്ലയിലോ മറ്റൊരു സ്ഥലത്തോ ആയിരിക്കാം. ബിസിനസ് സംബന്ധിച്ച് നിങ്ങൾ മാറുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ വീട് മൊത്തത്തിൽ മാറുന്നതാവും. ചില ആളുകളും വീട് വിറ്റ് പുതിയ വീട് വാങ്ങിക്കുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ വീട് വിറ്റിട്ട് പുതിയ വീട്ടിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനും ആവാം. എന്തായാലും ഒരു റീലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾ വിദേശത്തേക്ക് ചേക്കേറി പാർക്കുന്ന, വിദേശത്തേക്ക് മാറുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു വലിയൊരു ചേഞ്ചാണ്. നമ്മൾ ബിഗ് ചേഞ്ച് നിങ്ങൾക്ക് വരുന്ന, ഫുള്ളി ആ ഒരു പാഷനിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട്. പിന്നെ ബിഗ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പല കാര്യങ്ങൾ, ഇപ്പോൾ പെയിൻറ്റിങ്, മറ്റു തരത്തിലുള്ള കൂടുതലായിട്ട് പെയിൻറ്റിങ് എന്തെങ്കിലും സ്വയം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓർണമെൻറ്റ് മേക്കിങ്ങോ അല്ലെങ്കിൽ സോപ്പ് മേക്കിംഗ്, എന്തെങ്കിലും നിങ്ങളായിട്ട് ചെയ്യുന്ന കുറച്ച് കലാപരമായിട്ട് കൂടി കഴിവ് ആവശ്യമുള്ള. ഇപ്പോൾ നമ്മളൊരു സോപ്പ് മേക്കിംഗ് കാര്യങ്ങൾ പറയുമ്പോൾ വെറുതെ ഒരു സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, അത് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. എന്തായാലും ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇതൊന്നും എനിക്കുള്ളതല്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ ചാൻസസ് ആർ ഹൈ ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ഇത് സംഭവിക്കുന്നത് ഓവറോൾ നിങ്ങൾക്കാണ്. കാരണം ഇതൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന കാര്യവുമാവാം. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് എവിടെയെങ്കിലും പോകുന്നതോ എന്തെങ്കിലും സംസാരിക്കുന്നതോ, ആരെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് അവർ സംസാരിക്കും, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം വരും. നിങ്ങൾ പിന്നീട് അതിനു വേണ്ടി ശ്രമിക്കും. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് വരുമാനം വരുന്നു എന്നുള്ളത്. അപ്പോൾ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന കാര്യം ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ അതില്ല എങ്കിൽ കൂടിയും വരുന്ന 3 monthsനുള്ളിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് ഫെദേഴ്സ് ആൻഡ് നൈറ്റ് ഓഫ് ഷെൽസ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 1 week വളരെ 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 പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഒരു ഓപ്പൺ പൊസിഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വളരെ ഹയർ പൊസിഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തയാവാം. പക്ഷെ അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ വരുന്ന 1 week നിങ്ങൾക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ആ വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും എനിക്ക് പറ്റില്ല, ഇത് വളരെ വളരെ വലുതാണ്, എനിക്ക് പറ്റാത്തതിൻ്റെ അപ്പുറത്താണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങൾക്കുള്ളതാണ്. ചാൻസസ് ആർ വെരി ഹൈ. കാരണം ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്ന ഒരു ന്യൂ ടെക്നോളജി, പുതിയതായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ വരുന്ന വീക്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ
അപ്ലൈ ചെയ്യുക. ഈ വരുന്ന 3 monthsനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ബിഗ് ചേഞ്ച്, വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. പുതിയ സ്കിൽസ് നിങ്ങൾ പഠിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജി, എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ടെക്നോളജീസ്, ന്യൂ സ്കിൽസ്, പുതിയ തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, ഡീപ്പണിങ് യുവർ നോളജ്, ആ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 3 of crystals എനർജി. 3 of crystals എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് 3 of feathers എനർജിയാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഏത് വഴിയാണോ, പുതിയ വഴിയിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് പല കാര്യങ്ങളും. പ്രത്യേകിച്ച് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തിങ്കിങ്ങിനെ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴുക്കിനൊത്ത് നീന്താണ്. കാര്യങ്ങൾ വരുന്നു, നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും വരുമ്പോൾ നോ പറയാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹെവി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്കത് പറ്റുമോ, നടക്കുമോ എന്നുള്ള നെഗറ്റീവ് തോട്ടിലേക്ക് പോവാതെ ഡയറക്റ്റ്ലി അതിലേക്ക് പോവാം. നിങ്ങൾക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല. അപ്പോൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് മുന്നോട്ടേക്ക് പോവുക, അതിനുവേണ്ടി ശ്രമിക്കുക. പോസിറ്റിവിറ്റി ആണ്, സമൃദ്ധിയാണ്, ഐശ്വര്യമാണ് കാണിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.